നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസർബൈജാൻ വിമാനം തകർന്നു വീണത് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അസർബൈജാൻ സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ മുഴുവൻ നടുക്കിക്കൊണ്ടുള്ള ഒരു വിമാന അപകടം സംഭവിച്ചത്. ചെൻചൻ തലസ്ഥാനമായ ഗ്രോക്സ്നിയിൽ വെച്ചാണ് 8432 വിമാനത്തിന് നേരെ റഷ്യയുടെ സർഫസ് ടു എയർ മിസൈൽ ആക്രമണം ഉണ്ടായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ചില വൃത്തങ്ങൾ പറയുന്നു. നിരവധി തവണ അപേക്ഷിച്ചിട്ടും റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നൽകിയില്ലെന്നും അവർ ആരോപിക്കുന്നു. തുടർന്നാണ് കസാക്കിസ്ഥാനിലേക്ക് വിമാനം പറന്നത്. ചെൻചിനിയിലെ നൌസക്കി ജില്ലയിലുള്ള പാൻസീർ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലാണ് വിമാനത്തെ ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ആ സമയം ജാമറുകൾ വിമാനത്തിലെ ആശയവിനിമയ സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിന് തൊട്ടു മുൻപ് വിമാനം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് തിരുപ്പിറവി ദിനത്തിൽ നടന്ന അപകടത്തിൽ 38 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സത്യത്തിൽ റഷ്യയും അസർബൈജാനും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. റഷ്യയുടെ പ്രധാന വാണിജ്യ പങ്കാളികളിൽ ഒന്നായ അസർബൈജാൻ യുക്രൈന്റെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇറാനിലേക്കുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ്. കസാക്കിസ്ഥാൻ ഈ അപകടത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അസർബൈജാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും എന്നാൽ റഷ്യയുമായി സഹകരണം ഉണ്ടാകില്ലെന്നും കസാക്കിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അസർബൈജാനും ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ചെൻചിയാൻ തലസ്ഥാനമായ ഗ്രോക്സ്നിയിലേക്ക് 67 യാത്രക്കാരുമായി പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പുടിന്റെ അടുത്ത അനുയായിയായ റമസാൻ കാഡിറോവിന്റെ നിയന്ത്രണത്തിലുള്ള റഷ്യയുടെ ഒരു ഭാഗമാണ് ചെൻചിയ. കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ യുക്രൈന്റെ ആക്രമണമുണ്ടായിരുന്നു. കാഡിറോവിന്റെ സൈന്യത്തിന് മേലാണ് ഇപ്പോൾ സംശയത്തിന്റെ കരിനിഴൽ പതിച്ചിരിക്കുന്നത്. വിമാനം ചെച്നിയെ ആകാശത്ത് പറക്കുന്ന സമയത്ത് യുക്രൈൻ ഡ്രോണുകൾ അവിടെ ആക്രമിക്കുകയായിരുന്നു എന്നൊരു റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ആക്രമണത്തിനിരയായ വിമാനത്തിന് റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. പിന്നീട് കാസ്പിയൻ കടലിന് കുറുകെ കസാക്കിസ്ഥാനിലേക്ക് പറക്കുകയായിരുന്നു വിമാനം. കനത്ത മൂടൽമഞ്ഞ് കാരണമാണ് ചെച്നിയയിലെ ഗ്രോക്സ്നി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. യാത്രക്കാരിൽ അധികവും അസർബൈജാൻ സ്വദേശികളായിരുന്നു. 16 റഷ്യക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. മറ്റു ചിലർ കസാക്കിസ്ഥാൻ സ്വദേശികളും കിർഗിസ്ഥാൻ സ്വദേശികളുമാണ്.